ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. ഇതിലേക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. ഒരുപാട് തിളച്ച് പോകണമെന്നില്ല, ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും. പഞ്ചസാരയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതിയാവും. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്, പുട്ടിൻ്റെ ഒരുപാട് തരിയുള്ള അരിപ്പൊടി എടുക്കരുത്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് വരികയുള്ളൂ. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ്. അപ്പോൾ പാൽ ഒരുപാട് ചൂട് ഓവറായി പോവരുത്. നമ്മൾ വിരലിട്ട് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂട് മാത്രം മതി. എന്നാൽ ചൂട് നല്ല കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇളം ചൂടുള്ള ആ ഒരു പാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈസ്റ്റ് ആക്റ്റീവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാലിനെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ഫ്രഷ് ഈസ്റ്റ് ആണെങ്കിൽ 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നല്ല പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ടാവും ബാറ്റർ. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. ഇനി ചുട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലും ഇതുപോലെ ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിലാകുമ്പോൾ കുറച്ചൊരു ഓയിൽ സ്പ്രെഡാക്കി കൊടുത്താൽ മതിയാവും. ഇനി ഒരു തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചീനച്ചട്ടിയിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തവി ബാറ്റർ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ ആയാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.